ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ രാജാവ് ഉറക്കത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് നിന്നിട്ടു എന്നാ പറയുന്നത്. അപ്പോ എന്താ സംഭവിച്ചെന്ന് അദ്ദേഹത്തിനെ പറ്റിയിട്ടില്ല. താൻ മരിച്ചതും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ബ്രാഹ്മണൻ ഈ ശ്രദ്ധയോടും ഭക്തിയോടും കൂട്ടി ഭഗവത്ഗീത 12-ാം അധ്യായം പാരായണം ചെയ്തപ്പോൾ ആ ആത്മാവ് ശരീരം വിട്ടിരുന്നേ ഉള്ളൂ, പക്ഷെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആത്മാവ് തിരിച്ച ശരീരത്തിലേക്ക് വന്നിട്ട് അങ്ങനെ രാജാവിന് അദ്ദേഹത്തിന്റെ ചേതന തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. രാജാവ് ഉടനെ തന്നെ ഈ ബ്രാഹ്മണന്റെ കാൽക്കല് വീണ് അപ്പൊ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, അപ്പോ ഇത്രയും ശക്തിയായിട്ടുള്ള എന്ത് മന്ത്രമാണ് അങ്ങ് ജപിച്ചത്? അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ മന്ത്രമൊന്നുമില്ല ചോദിച്ചാൽ ഞാൻ ഭഗവത്ഗീത 12-ാം അധ്യായം പാരായണം ചെയ്തതേ ഉള്ളൂ. കാരണം അത് ഭക്തിയുടെ രസം അതിൽ നിറഞ്ഞു നിൽക്കുകയാണ് 12-ാം അധ്യായത്തിൽ. 7-ാം അധ്യായം തുടങ്ങി ഭക്തിയോഗത്തിന്റെ ഓരോരോ വശങ്ങൾ ഭഗവാൻ വിവരിച്ചു വരുന്നുണ്ട്. അപ്പോ ഈ 12-ാം അധ്യായം എന്ന് പറയുന്നത് ഭക്തിയുടെ പാരമ്യതയിൽ എത്തുന്ന ഒരു അധ്യായമാണ്. അപ്പോ ഞാൻ ആ അധ്യായം പാരായണം ചെയ്തപ്പോഴാണ് തിരിച്ചുപോയ ആത്മാവ് അങ്ങയുടെ ശരീരത്തിലേക്ക് മടങ്ങി വന്നത്. അപ്പോ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പൊ ഉടനെ തന്നെ രാജാവും രാജകുമാരനും ഈ ബ്രാഹ്മണനും കൂടെ ചേർന്ന് വീണ്ടും ഈ ഭഗവത്ഗീത 12-ാം അധ്യായം പാരായണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം രാജാവ് ഈ കുതിരയെ അന്വേഷിച്ചു പോയപ്പോൾ കുതിരയെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഈ അശ്വമേധയാഗം പൂർത്തീകരിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും ശക്തിമത്താണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. ഇപ്പോ ഈ അധ്യായത്തിന് ശ്രീല പ്രഭാകർ കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഭക്തിയോഗം എന്നാണ്. അപ്പോ ഈ ഒരുപാട് കാര്യങ്ങൾ അർജുനൻ ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് കേട്ടു. ഭഗവാന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങളെ കണ്ടു. ഓരോരോ രൂപങ്ങളെയും ആരാധിക്കുന്ന വിവിധ തരം ഭക്തരെ പറ്റി അർജുനൻ കേട്ടു. അപ്പോ അർജുനന് വീണ്ടും ഒരു സംശയം. ഈ അർജുനന്റെ ഓരോ സംശയങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ്. അപ്പൊ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. ശ്ലോകം 1. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തിയോഗം. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പരിവാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്ത്വാസ്താം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്ത്യാസ്താം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 12 ഭക്തിയോഗം. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ
ഭക്താസ്തം പരിഭാസതേ യേ ചാപ്യാക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച. ശ്ലോകം 1. ഏവം സതതയുക്തായേ ഭക്താസ്ത്വം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാരുടെ വിവർത്തനം ഭാവാർത്ഥം. അർജുന ഉവാച. അർജുനൻ ചോദിച്ചു, ഏവം ഇപ്രകാരം യേ ഭക്താഹ യാതൊരു ഭക്തരാണോ സതതയുക്താഹ ഭക്തിയുത സേവനത്തിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ട് ത്വാം അങ്ങയെ പര്യുപാസതേ പര്യുപാസിക്കുന്നത് അവ്യക്തം അവ്യക്തമായതും അക്ഷരം അഭി ഇന്ദ്രിയാതീതവുമായതിനെ പര്യുപാസതേ ഉപാസിക്കുന്നത് തേഷാം അവരിൽ വെച്ച് യോഗവിത്തമാഹ ശ്രേഷ്ഠ യോഗജ്ഞന്മാർ കെ ആരാണ്. അർജുനൻ ചോദിച്ചു, ഇപ്രകാരം യാതൊരു ഭക്തരാണോ ഭക്തിയുത സേവനത്തിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ട് അങ്ങയെ പരിപാസിക്കുന്നത്, അതോ അവ്യക്തമായതും ഇന്ദ്രിയാതീതവുമായതിനെ ഉപാസിക്കുന്നത് അവരിൽ വെച്ച് ശ്രേഷ്ഠ യോഗജ്ഞന്മാർ ആരാണ്? അപ്പോ എന്താണ് അർജുനന്റെ ചോദ്യം? തേഷാം കെ യോഗവിത്തമാഹ, ഏറ്റവും മുന്തിയ തരം ഭക്തർ ആരാണ് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. അപ്പോ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടു, ഭഗവാൻ തന്റെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള രൂപത്തെ പറ്റി വിവരിച്ചു. അതുപോലെ തന്നെ അവ്യക്തിഗത ബ്രഹ്മത്തെ പറ്റി വിവരിച്ചു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദതി, 3 തരത്തിൽ നമുക്ക് ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കും എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ, അതുപോലെ തന്നെ ബ്രഹ്മം, പരമാത്മാവ്. അപ്പൊ ഈ ഓരോ തരത്തിലുള്ള ഭഗവാന്റെ വിസ്തരണങ്ങളെ പറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപാസിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അവ്യക്തിഗതമായ ബ്രഹ്മത്തെ പറ്റി വിവരിച്ചു ഭഗവാൻ. പിന്നെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിന്റെ അതീന്ദ്രിയ ശക്തിയെ പറ്റിയിട്ട് വിവരിച്ചു. അപ്പോ ഈ എല്ലാ തരത്തിലുമുള്ള രൂപങ്ങളെയും ആരാധിക്കുന്ന ഭക്തരെ കുറിച്ചും അതുപോലെ തന്നെ യോഗ അഭ്യാസത്തിൽ ഏർപ്പെടുന്ന യോഗികളെ കുറിച്ചിട്ടും വിവരിച്ചു. അപ്പോ ഇവരിലൊക്കെ വെച്ചിട്ട് ആരാണ് ശ്രേഷ്ഠര് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ പൊതുവെ ശ്രീപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭക്തരുടെ 2 തരത്തിലാണ്. ഒന്ന് ഈ വ്യക്തിഗത ബ്രഹ്മത്തിനെ ആരാധിക്കുന്നവര്, ഒന്ന് അതായത് വ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഭഗവാൻ, പിന്നെ അവ്യക്തിഗത ബ്രഹ്മത്തെ ആരാധിക്കുന്നവർ, അതായത് ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ പ്രഭയെ ആരാധിക്കുന്നവർ. അപ്പോ ഇതില് വ്യക്തിഗത രൂപത്തെ ആരാധിക്കുന്നവര് അവരുടെ സർവശക്തിയും ഉപയോഗിച്ചിട്ട് പരമപുരുഷന്റെ ഭക്തിയുത സേവനത്തില് ഏർപ്പെടും. പക്ഷെ അവ്യക്തിഗത ബ്രഹ്മത്തെ ആരാധിക്കുന്നവർ അവർക്ക് ഭഗവാന് രൂപം ഉണ്ട് എന്നുള്ള ആ വിശ്വാസം വന്നിട്ടില്ല. അവർ വിചാരിക്കുന്ന ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവര് നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലാണ് അവർ ഏർപ്പെടുന്നത്. അപ്പൊ അവർ ധ്യാനമുറയാണ് അവർ സ്വീകരിച്ചത്. കാരണം അവർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല, കാരണം ഭഗവാന് രൂപമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഇരുന്ന് ധ്യാനിക്കുക, വെറുതെ കണ്ണടച്ച ഒരു സ്ഥലത്ത് ഇരിക്കുക. പക്ഷേ പരമസത്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ഉതകുന്ന വിവിധ മാർഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായത് ഭക്തിയുത സേവനം ആണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഭഗവാന്റെ സഹവാസം ഇച്ഛിക്കുന്നവര്, സാലോക്യമുക്തി, ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവര് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും. ശ്രീലപ്രഭുപാദർ പറയുന്നുണ്ട്, ഈശ്വര സാമീപ്യത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞതും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ടുള്ളതുമായിട്ടുള്ള വഴിയാണ് ഭക്തിയുത സേവനം. നാം ഈ ഭൗതിക ശരീരം അല്ല, നമ്മുടെ ആത്മീയ സ്ഫുലിംഗങ്ങളാണ് എന്നുള്ള വസ്തുത നമ്മൾ 2-ാം അധ്യായത്തില് പഠിച്ചിരുന്നു. ഇപ്പോ ഒരു ചെറിയൊരു തീപ്പൊരി ഒരു വലിയ അഗ്നികുണ്ഡത്തിൽ നിന്ന് വരുന്നത് പോലെ നമ്മളെല്ലാവരും തന്നെ പരിപൂർണതമനായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്,
ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛിതേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പൂർണ്ണനാണ്. അദ്ദേഹത്തിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങള്, അതുപോലെ തന്നെ അനന്തകോടി ജീവാത്മാക്കള് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഭാവിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ആ പൂർണ്ണതയുടെ വിഭിന്നാംശമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ പൂർണ്ണതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം അദ്ദേഹത്തിനേക്കാൾ ഉപരിയായിട്ടൊന്നും തന്നെയില്ല. അത് ഭഗവാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മത്തഹ പരതരമില്ല കിഞ്ചിതസ്ഥി ധനഞ്ജയ എന്ന് പറയുന്നുണ്ട്. എന്നേക്കാൾ ഉപരിയായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ എല്ലാ ജീവജാലങ്ങളുടെയും ആദി ബീജം എന്ന് പറയുന്നത് ആ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ്. അതും ഭഗവാൻ പറയുന്നുണ്ട്. ബീജം മാം സർവഭൂതാനാം വിദ്യപാർത്ഥ ധനഞ്ജയ എന്ന് പറയുന്നുണ്ട്. അതേ അർജുന, മനസ്സിലാക്കിക്കോളൂ. എല്ലാ സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യമമായിട്ടുള്ള ബീജം അത് പ്രദാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അംശങ്ങളായിട്ടുള്ള സകല ജീവജാലങ്ങളെയും അതും പരിപാലിക്കുന്നതും, അവരെ സൃഷ്ടിക്കുക മാത്രമല്ല അവരെ എല്ലാം പരിപാലിക്കുന്നതും അതേ ഭഗവാൻ തന്നെയാണ്. ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ. അപ്പോ അത്തരത്തിലുള്ള ഭഗവാന് ആ സേവനം അനുഷ്ഠിച്ചിട്ട് നമ്മൾ ദേഹത്യാഗം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാത്രം നമ്മൾ ആ സമയത്ത് സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഉടൻ തന്നെ ആ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഭക്തിയോഗത്തിന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാര്യം. ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലിച്ച് മാമേവ സ്മരൻ മുക്ത കളയവരം എപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ എന്ന് പറയുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അന്ധകാലിച്ച് മാമേവ സ്മരൻ മുക്ത കളയവരം. അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അജാമിനന്റെ ചരിത്രം അറിയാം. അദ്ദേഹം ഒരു ബ്രാഹ്മണരായിരുന്നിട്ട് പോലും വീണുപോയി. പക്ഷെ പിന്നീട് വിഷ്ണു ദൂതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്റെ സ്വബോധം തിരിച്ചു കിട്ടി. വീണ്ടും അദ്ദേഹം കാശിയിൽ പോയിട്ട് അങ്ങനെ ഭഗവാനെ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ദേഹത്യാഗം ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും നമ്മള് മഹാഭാരതത്തിൽ നമുക്ക് ഭീഷ്മദേവന്റെ ചരിത്രം അറിയാം. അദ്ദേഹം പാണ്ഡവർക്ക് എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നൽകിയതിനു ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ദൃഷ്ടിയെയും എല്ലാം ഞാൻ അങ്ങയിൽ തന്നെ സമർപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ മഹാഭാഗ്യത്തിന് ഭഗവാൻ തന്റെ മുന്നിൽ തന്നെ പ്രത്യക്ഷനായിരുന്നു. സ്വന്തം ശരീരത്തില്, ആത്മീയ ശരീരത്തില് ആ ഭഗവാനെ അദ്ദേഹം നേരിൽ കണ്ടുകൊണ്ടാണ് ദേഹത്യാഗം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏതൊരു ഭക്തന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവസാന നിമിഷത്തില് നമ്മളുടെ തന്നെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലിയുഗത്തിൽ പോലും നമുക്കറിയാം ഒരുപാട് ഭക്തരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അവരെല്ലാം തന്നെ അവസാന നിമിഷത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ദേഹത്യാഗം ചെയ്തത്. അപ്പോ സ്വഹൃദയസ്ഥനായിട്ടുള്ള കൃഷ്ണനെ പറ്റി അങ്ങനെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാ ഭക്തരിലും യോഗികളിലും വെച്ചിട്ട് ഉത്തമൻ എന്ന് ആണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. വേറെ ശ്ലോകത്തിലും അത് ഭഗവാൻ പറയുന്നുണ്ട്. യോഗിനാമപി സർവേഷാം മദ്ഗതേ അന്തരാത്മനഃ ശ്രദ്ധാവാൻ ഭജതേയോ മാം സമയയുക്ത തമോമതഃ എന്ന് പറയുന്നുണ്ട്. യോഗിനാമപി സർവേഷാം മദ്ഗതേ അന്തരാത്മനഃ, നിങ്ങൾ എന്നെ തന്നെ നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് കയറിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധാവാൻ ഭജതേ, വളരെ വിശ്വാസത്തോടുകൂടി എന്നെ നിങ്ങൾ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഭക്തരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്നുള്ളത് ഞാനിവിടെ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഏത് രൂപത്തെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തില് ഏറ്റിക്കൊണ്ട് നടക്കേണ്ടത്? ആ ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം. ഭഗവത്ഗീത എല്ലാ അധ്യായങ്ങളും തന്നെ ഈ ഒരേ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. അപ്പോ ഇത്രയൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ട് പോലും ഭഗവാന്റെ ആ വ്യക്തിഗത രൂപത്തിനെ അതില് ആസക്തരാവാതെ ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരും ഭക്തരാണ്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആ ഭഗവാന്റെ ആ ആത്മീയ രൂപത്തിനെ പറ്റിയിട്ട്, ആ ശാശ്വതമായിട്ടുള്ള ആത്മീയ രൂപത്തിനെ പറ്റിയിട്ട് അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ
സേവനമനുഷ്ഠിക്കാനായിട്ടുള്ള ആ ഒരു മഹാഭാഗ്യം അവർക്ക് സിദ്ധിച്ചിട്ടില്ല. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ച ഈ പ്രധാനമായിട്ടുള്ള ചോദ്യം അത് നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിഗതവും അവ്യക്തിഗതവുമായ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതിന് ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 2. മയ്യാവേശ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതസ്തേ മാ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ ഉവാച മയ്യാവേശ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 2. മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാവർക്കും ഭാവാർക്കും. ശ്രീ ഭഗവാൻ വാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏ ആരാണോ മയി എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മന ആവേശ്യ മനസ്സുറപ്പിച്ചിട്ട് ശ്രദ്ധയാ ഉപേത ദൃഢവിശ്വാസത്തോടുകൂടി പരയ അതീന്ദ്രിയമായ മാം എന്റെ രൂപത്തെ ഉപാസതെ ആരാധിക്കുന്നത് തേ അവർ നിത്യയുക്താഹ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മുഴുകി യുക്തതമാഹ പരിപൂർണത നേടിയവരാണെന്നാണ് മേ മതഃ എന്റെ അഭിപ്രായം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ആരാണോ എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് ദൃഢവിശ്വാസത്തോടുകൂടി അതീന്ദ്രിയമായ എന്റെ രൂപത്തെ ആരാധിക്കുന്നത് അവർ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മുഴുകി പരിപൂർണത നേടിയവരാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ അർജുനന്റെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. തന്റെ വ്യക്തിരൂപത്തിലെ മനസ്സിനെ ഏകാഗ്രീകരിച്ചിട്ട് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആരാണ് തന്നെ ആരാധിക്കുന്നവര് അവരാണ് യോഗത്തില് പൂർണ്ണത കൈവരിച്ചവര് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന വ്യക്തമായിട്ടുള്ള മറുപടി. അപ്പൊ അങ്ങനെയുള്ള ഭക്തര് എല്ലായ്പ്പോഴും തന്നെ കൃഷ്ണന്റെ ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കും. ചില ഭാവാർത്ഥത്തില് നമ്മളുടെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭക്തൻ എങ്ങനെ ചെയ്യുന്നു, ഒരു ഭക്തി ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തർ ചെയ്യുന്ന കാര്യങ്ങളും
ഭക്തി ഇല്ലാത്തവർ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ പ്രസാദം പാകം ചെയ്യുന്നു. ഭക്തി ഇല്ലാത്തവരും പാകം ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അത് ഒരു ആ മനസ്സിൽ അത് ഭഗവാന് സമർപ്പിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അവര് പാകം ചെയ്യുന്നത്. ആത്മേന്ദ്രിയ അവര് സ്വന്തം ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് പാകം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഭക്തരും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, ഭക്തി ഇല്ലാത്തവരും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഭക്തി ഇല്ലാത്തവർ ഷോപ്പിങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭക്തര് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ പറ്റിയത് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നോക്കും. നല്ല നല്ല പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, പിന്നെ ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനെ ഓർണമെന്റ്സ്, അങ്ങനെ എന്തൊക്കെ ഭഗവാന് വേണ്ടി വാങ്ങിക്കാം എന്നുള്ളത് നോക്കും. അപ്പോ കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഭക്തി ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് അവര് കുളിച്ച് ജപിക്കും. ഭക്തി ഇല്ലാത്തവർ പലപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കില്ല. ഓഫീസിൽ പോകുന്ന സമയത്തൊന്നും ബാത്റൂമിൽ കയറിട്ടൊന്ന് തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് അവര് തിരിച്ചു വരും. അപ്പൊ അതുവരെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അത് ഭക്തിയില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ഓഫീസിൽ പോയി കഴിഞ്ഞാലോ അപ്പോഴും അവർ ചെയ്യുന്ന ഭക്തിയില്ലാത്ത കാര്യങ്ങൾ. അതേസമയം ഭക്തർ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആ ധനം കൊണ്ട് എങ്ങനെ നമുക്ക് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മണ്യേ വാദി കാരസ്തി മാ ഫലേഷു കഥാചന എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കർമ്മം ചെയ്തോളൂ, പക്ഷെ അതിൽ ആ ഫലത്തിനോട് നിങ്ങൾക്ക് ആസക്തി പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭക്തർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആസക്തി കൂടാതെ അനാസക്ത വിഷയാൻ യഥാർഹം ഉപയുഞ്ചത. നമ്മൾ യാതൊരു ആസക്തിയുമില്ലാതെ നമുക്ക് ഏതൊരു ഭൗതിക വസ്തുക്കളെയും നമുക്ക് സ്വീകരിക്കാം, പക്ഷെ അതിനോട് ആസക്തി പാടില്ല. യഥാർഹം ഉപയുഞ്ചത, അതെല്ലാം നമ്മള് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അപ്പോ ഭക്തര് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കും. പാത്രങ്ങളൊന്നും ഇല്ല, ഒരു ക്ഷേത്രം പിടിച്ച് വൃത്തിയാക്കും. അങ്ങനെ പല പല രീതിയിലും ഏതൊക്കെ രീതിയിലും നമുക്ക് ഭഗവാന് സേവനം അനുഷ്ഠിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അംബരീഷ് മഹാരാജാവ് നമുക്കറിയാം, ഭാഗവത ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തന്റെ കാലുകളിൽ ഉപയോഗിച്ചിരുന്നത്, ഭഗവാനെ ദർശനത്തിന് വേണ്ടി കണ്ണുകൾ ഉപയോഗിച്ചിരുന്നത്, അതുപോലെ തന്നെ ഭഗവാന് സമർപ്പിച്ച തുളസി മണക്കുന്ന മൂക്കളെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഭഗവാന്റെ സേവനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്, ദൃഢമായിട്ടുള്ള വിശ്വാസത്തോട് ആരാണോ എൻ്റെ അതീന്ദ്രിയമായിട്ടുള്ള സേവനത്തിൽ ഏർപ്പെടുന്നത്. ഇതെല്ലാം തന്നെ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെ ഭഗവാൻ വളരെ ചെറുതായിട്ട് കാണുന്നില്ല. ഒരു ക്ഷേത്രത്തിലൊരു തൂപ്പുകാരൻ, അതുപോലെ തന്നെ ക്ഷേത്രത്തിലൊരു പൂജാരിക്കും ഒരേ തലത്തിലാണ് ഭഗവാൻ അവരെ രണ്ടുപേരെയും കാണുന്നത്. അപ്പോ അങ്ങനെയുള്ളവര് ഭക്തര് ഒരിക്കലും തങ്ങളുടെ സമയം പാഴാക്കില്ല. അവർക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അവർക്ക് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഭക്തി സമയത്ത് സിന്ധുവിൽ അതിനെ അവ്യർത്ഥ കാലത്വം എന്നാണ് പറയുന്നത്. വ്യർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴാക്കി കളയാം, അവ്യർത്ഥം എന്ന് പറഞ്ഞാൽ പാഴാക്കാതിരിക്കുക. കാലത്വം, സമയത്തിന് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ പാഴാക്കാതെ നമ്മുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർദ്ധന. വാസ്തവത്തിൽ നമുക്ക് പാഴാക്കി കളയാനായിട്ട് നമ്മളുടെ അടുത്ത് സമയം ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ ദിനചര്യകള്, ശീലപ്രഭുവാര് ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ള ദിനചര്യകള് എന്ന് പറയുന്നത് നമ്മുടെ 16 മാല ജപം തുടങ്ങിയിട്ട് നമുക്ക് വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലപ്രഭുവാര് നമുക്ക് തന്നിട്ടുള്ള വൈദിക ഗ്രന്ഥങ്ങള് വളരെ സരളമായ ഭാഷയിൽ സംസ്കൃതത്തിൽ നിന്ന് നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ള വൈദിക ഗ്രന്ഥങ്ങള് അത് വായിച്ചു തീർക്കാനായിട്ട് നമുക്ക് ഈ ഒരു ആയുഷ്കാലം മുഴുവൻ മതിയാകില്ല. അപ്പൊ നമുക്ക് സമയം പാഴാക്കാനായിട്ട് എവിടെയാണുള്ളത്? ഒട്ടും തന്നെ ഇല്ല. മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും അവർ സമയം പോക്കാൻ വേണ്ടിയിട്ട് അവര് ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കും, അല്ലെങ്കിൽ വായിച്ച പത്രം അതേ പത്രം തന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ചായക്കടയിൽ പോയിരുന്നിട്ട് സമാന വയസ്കരായിട്ട് അവർ സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവരങ്ങനെ സമയം പാഴാക്കും. അതേസമയം ഭക്തർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല. കാരണം അവരുടെ ദൈനംദിന കർമ്മങ്ങൾ അത്രയും തിരക്ക് പിടിച്ചാണ്. രാവിലെ 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് കിടക്കുന്നത് വരെ
അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോ അങ്ങനെ സദാസമയം ആ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് സമയത്തിനെ ഉപയോഗിക്കുന്നവര് അവരാണ് യോഗവിത്തമര്. അവരാണ് യുക്തതമാഹ, പരിപൂർണത നേടിയവര് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ. ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. 2 ശ്ലോകങ്ങൾ ചേർന്നിട്ടാണ്. ശ്ലോകം 3, 4. ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേ രതാഃ. ഏത്വക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേ രതാഃ. ഏത്വക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഏതക്ഷരമനർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമ അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്താനുവത്തി മാമേവ സർവഭൂതഹിതേ രതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 3, 4. ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പരിവാസതേ സർവത്ര അഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. ഏത്വക്ഷര നിർദ്ദേശം അവ്യക്തം പര്യവാസതേ സർവത്രാഗമ അചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയാമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാഃ തേ പ്രാപ്താനുവന്തി മാം ഏവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രാഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതക്ഷരം അനിർദ്ദേശ്യ അവ്യക്തം പരിഭാസതേ സർവത്ര അഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയേ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഏതക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പരിഭാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാവർത്തനം ഭാവാർത്ഥം. തു എന്നാൽ ഇന്ദ്രിയഗ്രാമം എല്ലാ ഇന്ദ്രിയങ്ങളെയും സംനിയമ്യ നിയന്ത്രിച്ച് സർവത്ര സമബുദ്ധയഃ എല്ലാവരിലും സമഭാവനയോടെ സർവബോധഹിതേ സർവജീവികളുടെയും നന്മയിൽ രതാഹ തൽപരരായിക്കൊണ്ട് അക്ഷരം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവത്രകം സർവവ്യാപ്തവും അചിന്യം
അചിന്ത്യവും അചലം സ്ഥിരവും കൂടസ്ഥം മാറ്റമില്ലാത്തതും ധ്രുവം ഉറച്ചതും ആയ അനിർദ്ദേശ്യം വ്യക്തിശൂന്യ സങ്കല്പത്തെ യഹ ഏവരാണോ പര്യുപാസതേ പൂർണ്ണമായും ഉപാസിക്കുന്നത് തേ അഭി അവരും മാം ഏവ എന്നെ തന്നെ പ്രാപ്നുവന്തി പ്രാപിക്കുന്നു. എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരം അല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതും ആയ വ്യക്തിശൂന്യ സങ്കല്പത്തെ ഏവരാണോ പൂർണ്ണമായും ഉപാസിക്കുന്നത് അവരും എന്നെ തന്നെ പ്രാപിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ നേരിട്ട് ആരാധിക്കാതെ പരോക്ഷമായ പ്രക്രിയകളിൽ കൂടിയിട്ട് അന്ത്യലക്ഷ്യത്തില് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുന്നവരും അവരും ഒടുവില് കൃഷ്ണനിൽ തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പിന്നെ ഭക്തിയോഗവും ഈ ധ്യാനയോഗവും അഷ്ടാംഗയോഗവും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. കാരണം ഭക്തിയോഗം എന്ന് പറയുന്നത് നേരിട്ടുള്ള വഴിയാണ്, എളുപ്പ വഴിയാണ്, വളരെ സുഗമമായിട്ട് സുസുഖം കർത്തും അഭ്യം എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. വളരെ സുഗമമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്ന പദ്ധതിയാണ്. അതേസമയം ഈ ധ്യാനയോഗം അഷ്ടാംഗയോഗം എന്ന് പറയുന്നതെല്ലാം വളരെ ബുദ്ധിമുട്ട് പിടിച്ച വഴികളാണ്. സൗകര്യ മഹർഷി അദ്ദേഹം വെള്ളത്തിനടിയിൽ പോയിട്ട് 10,000 വർഷം തപസ് അനുഷ്ഠിച്ചു. കാരണം കരയിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അപ്പോ അത് തന്റെ ധ്യാനത്തിന് ഭംഗം വന്നാലോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളത്തിനടിയിൽ പോയിട്ട് 10,000 വർഷം തപസ് അനുഷ്ഠിച്ചു. 10,000 വർഷം അവസാനിക്കാറായ സമയത്ത് അദ്ദേഹം കണ്ണു തുറന്ന സമയത്ത് 2 മീനുകൾ തമ്മിൽ ഇണ ചേരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനശക്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോ അത്രയും പ്രയാസം ഏറിയതാണ് ഈ ധ്യാനയോഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശ്വാമിത്ര മഹർഷി അദ്ദേഹം കോപത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മെഡിറ്റേഷനിലിരുന്നു. പക്ഷെ ഈ സ്വർഗലോക സുന്ദരികൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോപം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു, അല്ലെ? അപ്പോ അങ്ങനെ വളരെ പ്രയാസമേറിയതാണ് ഈ ധ്യാനയോഗം. അല്ലെങ്കിൽ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലകുത്തി നിൽക്കുക, അല്ലെങ്കിൽ ശ്വാസം പിടിച്ചിരിക്കുക, ഒരേ സ്ഥലത്ത് തന്നെ പ്രത്യേക ആസനങ്ങളിൽ ഇരിക്കുക, ഇതൊക്കെ വളരെ പ്രയാസമേറിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇതെല്ലാം ഒരു ഈ ആയുഷ്കാലത്തിൽ നമുക്ക് നേടിയെടുക്കാനും സാധിക്കില്ല. ജ്ഞാനയോഗത്തെ പറ്റി പറയുമ്പോൾ ഭഗവാൻ അത് പറയുന്നുണ്ട്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന് പറയുന്നുണ്ട്. ഞാനാണ് ഭഗവാൻ വാസുദേവൻ, ആണ് സമഹാത്മാ സുദുർലഭ, മഹാത്മാക്കൾ, അങ്ങനെയുള്ള മഹാത്മാക്കൾ, ഞാനാണ് വാസുദേവൻ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഞാനാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ജന്മങ്ങൾ വേണ്ടിവരും. ബഹൂനാം ജന്മനാം അന്തി എന്നാ പറയുന്നത്. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമേ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് വീണ്ടും നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വീണ്ടും കർമ്മക്കുടുക്കിൽപ്പെടും. അപ്പൊ വീണ്ടും പുതിയ ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ അതിലും വീണ്ടും കർമ്മങ്ങൾ ചെയ്യും, വീണ്ടും കർമ്മക്കുടുക്കിൽപ്പെടും. ഇങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ എപ്പോഴെങ്കിലും ഭഗവാന്റെ ഒരു കൃപ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് ആ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ വളരെ പ്രയാസമേറിയതാണ് ഈ ജ്ഞാനമാർഗം, അല്ലെങ്കിൽ ധ്യാനമാർഗം, അല്ലെങ്കിൽ അഷ്ടാംഗയോഗം എന്നുള്ളതെല്ലാം. അപ്പോ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. അതെല്ലാം നമ്മൾ പരിപാലിക്കണം. ഇന്ദ്രിയഗ്രാമം, സംയമ്യ, നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണം അനുഷ്ഠിക്കണം. പിന്നെ സർവത്ര സമബുദ്ധേഹ, എല്ലാവരിലും നമ്മൾ സമഭാവനയോട്ട് നമ്മൾ കാണണം. പിന്നെ സർവഭൂതഹിത, എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾ നന്മ വരുത്തുന്നുള്ള കാര്യങ്ങൾ ചെയ്യണം. തപസ്യകൾ അനുഷ്ഠിക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. ഈ ആ ഒരു പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോ ജീവാത്മാക്കളില് നമ്മുടെ പരമാത്മാവിനെ ദർശിക്കുന്നതിനായിട്ട് നമുക്ക് ശ്രവണം, പിന്നെ ആസ്വാദനം, പ്രവർത്തനം, ദർശനം തുടങ്ങിയ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിരമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒന്നിനും ശൂന്യത, കാരണം അവരെല്ലാം ശൂന്യവാദികളാണ്. അപ്പൊ ശൂന്യതയിൽ നമ്മൾ മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോ നമ്മൾ ഒന്നും തന്നെ കാണാൻ പാടില്ല, നല്ല കാര്യങ്ങളും കാണാൻ പാടില്ല, ചീത്ത കാര്യങ്ങളും കാണാൻ പാടില്ല. അതേസമയം നമ്മൾ ഭക്തർ എങ്ങനെയുള്ള, നമ്മള് നല്ലത് കാണുന്നു, നല്ലതെല്ലാം സ്വീകരിക്കുന്നു, അനുകൂല സങ്കല്പ, പിന്നെ നല്ലതല്ലാത്തതെല്ലാം നമ്മൾ തിരസ്കരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ളത്. പ്രതികൂല വർജനം, അപ്പൊ നമ്മള് കൃഷ്ണാബോധ പ്രവർത്തനത്തിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വർജിക്കും. അപ്പൊ അങ്ങനെ ഭക്തര് വാസ്തവത്തില് സന്തോഷത്തോടു കൂട്ട് സുസുഖം കർത്തുമവി എന്ന് നേരത്തെ പറഞ്ഞ അവരെ സന്തോഷത്തോടു കൂട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ധ്യാനയോഗത്തിലൊക്കെ ഏർപ്പെടുന്നവർ, അവർക്ക് ഒന്നും തൊടാൻ പറ്റില്ല, നല്ല കാര്യങ്ങൾ പോലും തൊടാൻ പറ്റില്ല. കാരണം അതിനോട് ആസക്തി വന്നാലോ എന്ന് പേടിച്ചിട്ട് അവർ അതിനെ പോലും തിരസ്കരിക്കും. അത് പാടില്ല, ഇത് പാടില്ല, ഒരുപാട് തപസ്യകൾ അവർ അനുഷ്ഠിക്കേണ്ടി വരും. അപ്പോ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോ ഇതിൽ നിന്നെല്ലാം മുക്തരായിട്ട് നമ്മൾ എപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പരമാത്മാവിനെ ദർശിക്കുന്നത്, അതേ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമേ അവർക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഈ മൃഗങ്ങളെ പോലെയാണ്. കാരണം നമ്മള് വാസ്തവത്തിൽ ആ ഭഗവാനെ പറ്റിയിട്ട്, പരമദിവ്യത്വം പുരുഷനായിട്ടുള്ള ഭഗവാനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ തത്വങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തിടത്തോളം കാലം നമ്മുടെ മൃഗങ്ങളെ പോലെയാണ്. കാരണം അവരും അവരുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യരും അവരുടെ ഇന്ദ്രിയ സുഖത്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് ഏതൊക്കെ യോഗങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ചാലും ശരി, അതിൽ നിന്നെല്ലാം അവർക്ക് വീഴ്ച പറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് പോലും അജാമിലിന് വീഴ്ച സംഭവിച്ചു. അതേസമയം ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹം നാമാചാര്യനായിട്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ അംഗീകരിച്ചു. അദ്ദേഹം ദിവസത്തിന്റെ മുഴുവൻ സമയവും 22 മണിക്കൂർ അദ്ദേഹം നാമജപത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ ശ്രീ പ്രഭുപാദർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്ര പ്രയാസമേറിയിട്ടുള്ള യാതൊരു മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞാൻ തന്നിട്ടുള്ള പ്രക്രിയ 16 മാല ജപം, അതുപോലെ തന്നെ 4 യമനിയമങ്ങൾ, ഇത് നിങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരുകയാണെന്നുള്ളതാണ് ശ്രീ പ്രഭുപാദർ പറയുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ആചാര്യൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും, അതുമല്ല ഞാൻ തന്നെ സ്വയം വന്നിട്ട് നിങ്ങളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഗ്യാരണ്ടി ശ്രീ പ്രഭുപാദർ തന്നിട്ടുണ്ട്. ആ ഒരു പൂർണ്ണ വിശ്വാസത്തോട്ട് നമ്മൾ ഭക്തിയോഗം നമ്മൾ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജന്മം നമ്മുടെ അവസാനത്തെ ജന്മമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ഗൗര പ്രേമാനന്ദേ. ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.